കറ്റാലന്മാരുടെ മണ്ണിൽ പടവെട്ടി നറാസൂരി പട. UCLന്റെ സെമിയിലെ ആദ്യ പാദത്തിൽ ബാർസ ഇന്റർ മത്സരം 3-3 സമനിലയിൽ. സ്ക്രീനിൽ സ്കോർ ബോർഡ് തെളിയുന്നതിന് മുമ്പ് തന്നെ മാർക്കസ് ആദ്യ വെടി പൊട്ടിച്ചു. 21-ാം മിനിറ്റിൽ ഡഫ്രൈസ് കോർണറിൽ നിന്നും കിട്ടിയ ബൈസൈക്കിൾ കിക്ക് വലയിലെത്തിച്ചപ്പോൾ മറ്റൊരു സെമി ദുരന്തമാണ് ബാർസ മുൻപിൽ കണ്ടത്. 24-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിൽ എമാലിനെ കളിക്കാൻ അനുവദിച്ചതിന് ഇന്റർ കൊടുക്കേണ്ടി വന്നത് വലിയ വിലയാണ്. ഒരു സുന്ദര ഷോട്ട് പോസ്റ്റിൽ തട്ടി വലയിൽ. 38-ാം മിനിറ്റിൽ ടോറസിന്റെ ഗോളിൽ കറ്റാലന്മാർ മത്സരം സമനിലയിലെത്തിച്ചു. എന്നാൽ ഒരിക്കൽ കൂടെ വില്ലനായി ഡംഫ്രൈസ് അവതരിച്ചു. മറ്റൊരു കോർണർ, അതേപോലൊരു ഹെഡർ. ഷെസ്നിയെ കാഴ്ചക്കാരനാക്കി പന്ത് വലയിൽ. വീണ്ടും ഇന്റർ മുമ്പിൽ. തൊട്ടടുത്ത മിനിറ്റിൽ റാഫീനയുടെ വക ഒരു ലോങ് റേഞ്ചർ ഇന്റർ ഡിഫൻസും സോമറിന്റെ നീട്ടിയ കൈയും കടന്ന് പന്ത് വലയിൽ. മത്സരം 3-3. പിന്നീട് ആക്രമണങ്ങൾ പലകുറി ഇരുവരും നടത്തിയെങ്കിലും 3-3ന്റെ ഡെഡ് ലോക്ക് പൊളിക്കാൻ ഇരു കൂട്ടർക്കും കഴിഞ്ഞില്ല. മത്സരം സമനിലയിൽ. സാൻട്രിയോയിലെ 90 മിനിറ്റ് ഒരു യുദ്ധം തന്നെ നടക്കുമെന്ന് ഉറപ്പിക്കാം. എളുപ്പമല്ല പിക്കിന്റെ പിള്ളേർക്ക് കാര്യങ്ങൾ. അഡ്വാൻറ്റേജ് ഇന്ററിനാണ്. എന്നാൽ അപ്പുറത്ത് ബാർസയാണ്.